Iconic view in 360. എവിടെയെങ്കിലും പോകണം ഒറ്റൊരു മൈൻഡിലാണ് ഞങ്ങൾ 4 പേരും ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്കൊരു 1 dirhamsന് ബോട്ടിങ്ങിനൊന്ന് പോയിട്ട് വന്നാലോ. നമുക്ക് പഴയ ദുബായ് ഓൾഡ് ദുബായ് ഒന്ന് കാണാൻ പോവാം. ആ ഒറ്റൊരു മൈൻഡില് ഞങ്ങൾ 4 പേരും മൈൻഡ് റിലാക്സ് ആക്കി സെറ്റ് ആക്കിയതേ നേരെ നമ്മൾ പോയത് അൽ ഖുബൈബയില് നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക്. അൽ ഖുബൈബ മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് ഒരു 5 minute വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താം. ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓൾഡ് ദുബായ്. അവിടേക്ക് പോവാനായിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ ഫെറി അതല്ലെങ്കിൽ അവരുടെ അബ്രാസ് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം. സോ അതിന് ജസ്റ്റ് 1 dirhams ഉള്ളൂ. ഇപ്പൊ നിങ്ങളൊരു വലിയ ഫെറിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് യാച്ചോ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ പറയണ ഒരു 80 dirhams 70 dirhams അല്ലെങ്കിൽ 60 dirhams നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ബട്ട് ഗവൺമെന്റ് RTA അബ്രയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 dirhams മതി ഖുബൈബേന്ന് ഓൾഡ് ദുബായിലേക്ക് എത്താനായിട്ട്. അങ്ങനെ അതെ ഞങ്ങള് അൽ ഖുബൈബയിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും വണ്ടറായി പോയത്. കാരണം ഒരുപാട് ആൾക്കാര് സൺഡേ ആയിട്ടും കൂടി, അതും ഇപ്പോഴത്തെ ചൂട് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലാണ്. ഓൾമോസ്റ്റ് 50+ ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടുത്തെ ചൂട് ഇപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. എന്നിട്ടും ഒരുപാട് ആൾക്കാര് ഖുബൈബയില് ഈ ബോട്ടിങ്ങിനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടും വന്നായിരുന്നത്. സോ അങ്ങനെ ഞങ്ങള് അവിടെ തേരാപ്പാര കുറേ കണ്ടതിന് ശേഷം നമ്മളിതേ പയ്യെ നടക്കാൻ തുടങ്ങി. നമ്മളിപ്പോ നടക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ 1 dirhamsന്റെ അബ്രയുടെ അവിടേക്കാട്ടോ നമ്മളീ നടക്കുന്നത്. അവിടെ കാണാൻ ഈ അബ്രാസം മാത്രല്ല ഒരുപാടുണ്ട്. അവിടേക്ക് നടക്കാനായിട്ട് ഇതേ നമ്മളിങ്ങനെ പയ്യെ പയ്യെ ഓരോ റെസ്റ്റോറന്റിന്റെ അരുവത്തെ കൂടെ തണലും പിടിച്ച് നടന്നതേ നമ്മൾ അബ്രയുടെ മെയിൻ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കാനായിട്ടൊരു വെറൈറ്റി സംഭവം അവിടെ വന്നത്. നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ അവിടെ അടുത്ത് ഒരുപാട്, ബാങ്ക് ഓഫ് ബറോഡ തൊട്ടടുത്ത് തന്നെ കേട്ടോ, അതിന്റെ ബിൽഡിങ്സിനോട് ചേർന്ന് ഒരുപാട് കടൽക്കാക്കകള് പ്രാവുകള് ഒരുപാട് പറന്നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് വീഡിയോ എടുക്കാനായിട്ടും കാണാനായിട്ടും ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. ഞാൻ നമ്മുടെ ഈ ക്യാമറയെ തൂക്കി പിടിച്ച് കാണാൻ വേണ്ടിട്ട് ആൾക്കാർ വണ്ടടിച്ചേക്ക ഇതെന്താ ഈ സംഭവം എന്നുള്ള രീതിയിൽ ആൾക്കാർ ഒരുപാട് പേര് നോക്കണത് നമുക്ക് കാണാട്ടോ. സോ അങ്ങനത്തെ നമ്മൾ മൊത്തം പ്രാവുകളെയും കണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ, പാകിസ്ഥാനീസ്, മലയാളീസ്, ബംഗാളീസ്, റഷ്യൻസ്, ആഫ്രിക്കൻസ്, അങ്ങനെ ഒരുപാട് കൺട്രിയിലുള്ള ആൾക്കാർ എല്ലാവരും ഈ ഒരു ടൈമില് ഇവിടെ വന്ന് നിൽക്കാന്ന് പറയണത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറമാണ് കേട്ടോ. അങ്ങനെ അതെ നമ്മൾ കുറെ നേരം പ്രാവുകളെ കണ്ടതിന് ശേഷം നമ്മൾ പയ്യെ അബ്രയുടെ അവിടേക്ക് നമ്മൾ മൂവ് ചെയ്യുക. കാരണം നമുക്ക് ഇവിടെ നമ്മൾ ഇത് മാത്രം കണ്ടുകൊണ്ട് നിന്നിട്ട് യാതൊരുവിധ കാര്യമില്ല കേട്ടോ. നമ്മളും ജസ്റ്റ് ഇത് കാണേണ്ട സംഭവങ്ങൾ കണ്ടതിന് ശേഷം നൈസായിട്ട് നമ്മൾ പോണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കാണാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഓൾഡ് ദുബായ്. അതുകൊണ്ട് നമ്മളിത് കുറെ നേരമൊക്കെ അവിടെ നിന്നു. കാരണം ചൂടെന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലാണ്. എവിടെയെങ്കിലും ഒരു തണല് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. നമ്മള് UAE താമസിക്കുന്നവര് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉച്ച സമയത്തൊക്കെ നമ്മൾ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് തീരെ വയ്യാതെയോ നമ്മൾ നന്നായിട്ട് ടയേർഡോ. സോ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. സോ നമുക്കുള്ള അബ്ര ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ഈ കടൽക്കാക്കള അടുത്തുനിന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളത്തിൽ കണ്ട ആ വെള്ള കളർ അത് ഫുള്ള് കടൽക്കാക്കളാണ് കേട്ടോ. അത് മാത്രല്ല ആ സൈഡിൽ ബിൽഡിങ്സിന്ന് ഈ കടൽക്കാക്കളും വരണത് കാണാൻ തന്നെ അടിപൊളിയാണ്. എനിക്ക് സത്യം പറഞ്ഞ ക്യാമറ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും പേടിയാണ്. കാരണം ഇറ്റങ്ങളെങ്ങാനും വന്ന് നേരെ ലെൻസുമെങ്ങാനും കൊണ്ടുകഴിഞ്ഞാൽ ആ ലെൻസ് ക്രാഷാവും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറാനായിട്ട് അതിന്റെ സർവീസ് സെന്ററിൽ പോയി കൊടുത്തത് നല്ലൊരു എമൗണ്ട് ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം അതിന്റെ അടുത്തേക്ക് ഞാൻ കാണിച്ചില്ല. നമുക്ക് ബോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇത് നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ ബോട്ടുമേ പറന്നു വന്നിരിക്കും, പിന്നെ നമ്മുടെ ക്യാമറയുമേക്ക് വന്നിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ ബോട്ടിൽ പോകുമ്പോഴായും റിസ്ക്. ഇത് പറന്നു വരുമ്പോൾ നമ്മുടെ മുഖത്തോ കണ്ണിൽ എവിടെയെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ അതൊരു വലിയ ഇഞ്ചുറീസ് വരെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് കൊണ്ടുപോകണവരാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലാണ് നമ്മുടെ അബ്ര പോണത്. സോ പിള്ളേര് വെള്ളം കണ്ടു കഴിയുമ്പോൾ ചാടാനുള്ള ക്യൂരിയോസിറ്റി. കാരണം ഇതിന് വേറെ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഓൺ റിസ്കിലാണ് നമ്മൾ ഇതിനകത്ത് പോകേണ്ടത്. കാരണം ഇത് തട്ടലും മുട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ RTA ഭാഗത്തുനിന്ന് അവരുടെ ഡ്രൈവേഴ്സിന്റെ ഭാഗത്തുനിന്ന് അവർ മാക്സിമം കെയർ ചെയ്യും. ബട്ട് അതിൽ ഇരുന്ന് അബ്രയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് അവിടം വരെ എത്താനുള്ള കാര്യത്തിന് നമുക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സോ നമ്മളെപ്പോഴും നമ്മുടെ
സേഫ്റ്റി കെയർ ചെയ്ത് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാനും പാടുള്ളൂ, ഇത് യൂസ് ചെയ്യാനും പാടുള്ളൂ. ചെറിയ കുഞ്ഞു പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ കയ്യിൽ നിന്ന് ചാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ അത്രയ്ക്കും കെയർ ചെയ്ത് പിടിച്ച് നിന്നോളണം. സോ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഈ 1 dirhamsന് നമുക്ക് വ്യൂസ് കാണാം, ബട്ട് ഇൻഷുറൻസോ സേഫ്റ്റിയോ മെഷേഴ്സോ ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ നമ്മള് കടൽക്കാക്കളെ കണ്ടു. അങ്ങനെ ഷാനുഭായിനോട് ഞാൻ പറഞ്ഞു, ഷാനുഭായി നല്ല ചൂടാണ്, നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പറഞ്ഞ അബ്രയ്ക്ക് പോവാന്ന് പറഞ്ഞു. നമ്മള് പോകാനിരുന്ന അബ്ര 2 ഓൾമോസ്റ്റ് പോയി. ബട്ട് എന്നെ സംബന്ധിച്ച് ഈ ചൂട് സഹിക്കാൻ പറ്റാവുന്ന എന്റെ അപ്പുറത്ത് ചൂടായതുകൊണ്ട് ഞാൻ ഷാനുഭായിനോട് ഞാൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ഷാനുഭായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ ഷാനുഭായും പറഞ്ഞു. എന്റെ കൂടെ ഞങ്ങൾ 2 പേരും മാത്രമല്ല, വേറെ 2 പേരും കൂടി ഉണ്ട്. അവര് ഓൾറെഡി വയ്യാതെയായിട്ട് നേരെ ബെഞ്ചിൽ ഇരിപ്പായി. നിങ്ങൾ ബോട്ട് വരുമ്പോ വിളിക്കും, നമുക്ക് നേരെ പോവാന്നും പറഞ്ഞതേ. ഇപ്പൊ അവര് റെസ്റ്റും കഴിഞ്ഞതേ, അവര് നൈസായിട്ട് വന്നു. അങ്ങനെ നമ്മള് സ്ഥിരം എന്തൊക്കെയോ നമ്മളെ തമാശകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു. നമ്മള് നേരെ അബ്രയിലേക്ക് പോകാൻ വേണ്ടി അവിടെ വീണ്ടും ഞാൻ പോയി നിന്നു. അപ്പാണെന്നുണ്ടെങ്കിൽ അബ്ര വന്നിട്ടില്ല. സോ നമ്മൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ അബ്ര വരുന്നു പറഞ്ഞു. സോ നമ്മളവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെയുള്ള റെസ്റ്റിംഗ് ഏരിയയിലേക്കും പോയി തരാൻ തുടങ്ങും. അപ്പാണ് അപ്പുറത്ത് വേറെ അബ്ര വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അമ്പൻ ആദ്യം ഓടി അബ്രയില് സൈഡ് സീറ്റ് പിടിക്കാനായിട്ട് പോയിരുന്ന് അതിന്റെ പിന്നാലെ ആകർഷും. ഞാൻ വിചാരിച്ചു ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ബിൽഡിങ്സ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന രീതിയിൽ, ആ വ്യൂ കാണുന്ന രീതിയിൽ ഞാനും ആകർഷും കൂടി നേരെ പോയി ഒരു സ്ഥലത്തിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അപ്പാനും ഷാനുഭായി ഇരുന്ന ഏരിയയിലായിരുന്നു കറക്റ്റ് വ്യൂ, ഞങ്ങൾ ഇരുന്ന ഏരിയയിലായിരുന്നില്ല. സംഭവം ഇത് ഓപ്പൺ ആണ്, ബട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ അല്ലെങ്കിൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നടക്കാനോ പാടില്ല. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കണ പൊസിഷനിൽ തന്നെ നമ്മൾ ഇരിക്കും. അങ്ങനെ നമ്മള് ബോട്ടിൽ ഒരു കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ചു. നമ്മളിത് അവിടെ ഇരുന്നു. നമ്മളിതിപ്പോ അത് ഓടിക്കാനുള്ള ക്യാപ്റ്റനെ വെയിറ്റ് ചെയ്തിരിക്കുക. ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാൽ ഒരു ഡബ്ബയായിട്ട് വരും. ആ ഡബ്ബിൽ കാശിട് 1 രൂപ എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ എത്തി നമ്മളോട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം അവർക്ക് ഒരാളെ നമ്മൾ 2 പേരെ പോയിട്ട് കാര്യമില്ല. അവർക്ക് ആ വണ്ടിയിൽ ഒരു ആൾക്കാരുടെ ലിമിറ്റ് ഉണ്ട്. മേ ബി 20, 1 സൈഡ് 10, 1 സൈഡ് 10 എന്നുള്ള രീതിയിൽ 20 ആൾക്കാർ കയറണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവര് അത് കുറച്ചൊരു അബ്രം ഹോൾഡ് ചെയ്ത് വെക്കും. പക്ഷെ 10-20 പേരെന്നുള്ളത് പറഞ്ഞ നേരം കൊണ്ട് എത്തും. 5 മിനിറ്റിനുള്ളിൽ ഫുള്ളാവും. അങ്ങനെ നമ്മൾ 1 dirhams കൊടുത്തു. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇനിയുള്ള ജേർണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമല്ല, അത് നിങ്ങൾ കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം. കാരണം കാണാനുണ്ട് കേട്ടോ, അത്രയ്ക്കും വ്യൂ ആണ് ഈ അബ്ര റൈഡ്. പിന്നെ ഞങ്ങള് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ സൈഡിൽ കൂടെ വന്ന അബ്ര ഒറ്റ ഇടി അടിച്ചു. ഞാൻ സത്യം പറഞ്ഞ ആദ്യം ഒന്ന് പേടിച്ചു, കാരണം അബ്ര ശരിക്കും ഒരു ആട്ടം ആടി. ഈ അബ്ര ഇങ്ങനെ ഒരു ഇടി അടിച്ചു കഴിഞ്ഞപ്പോ ഒരു ആട്ടം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇതിപ്പോ മുങ്ങും എന്നുള്ളൊരു പേടി എന്റെ ഉള്ളിൽ നന്നായിട്ട് വന്നു. പക്ഷെ യാതൊരുവിധ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കൂസലും ഇല്ലാതെ നമ്മുടെ ക്യാപ്റ്റൻ ബോട്ട് ഫ്രണ്ടിലേക്ക് തന്നെ എടുത്തു. ഇനി നമുക്ക് ഈ 360 വ്യൂ, ബോട്ടിന്റെ അകത്തിരുന്നിട്ട് നമുക്ക് പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറയണത് എന്താ പറയാ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതിന്റെ മാക്സിമം എക്സ്പ്ലോർ. സംഭവം കുറച്ച് ചൂട്, കുറച്ചല്ല നല്ല രീതിയിൽ ചൂടുണ്ടെന്നുണ്ടെങ്കിലും സംഭവം അടിപൊളിയാണ്. ആ UAE ഫ്ലാഗ് ആ കാറ്റത്ത് കിടന്ന് അടിക്കണ ആ ഒരു സൗണ്ടും അബ്രയുടെ സൗണ്ടും ഓപ്പോസിറ്റുള്ള അബ്രയുടെ സൗണ്ടും പിന്നെ കടൽക്കാക്കകള് പറന്ന് നടക്കുമ്പോ ഉണ്ടാവണ ചിറകടിക്കണ ഒരു സൗണ്ടും എന്റെ പൊന്നോ സത്യം പറഞ്ഞ നമ്മുടെ മൈൻഡ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ലെവലിലേക്ക് ആക്കി. ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നോക്കിയ ഒരു ബിൽഡിങ്സ് കാര്യങ്ങൾ കാണാം, അതാണ് നമ്മുടെ ഓൾഡ് ദുബായ്. അതിനകത്തേക്ക് എത്താനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും ഇതൊക്കെ എന്റെ മൈൻഡിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്തു. സംഭവം എത്തിയില്ല, നമ്മള് കുറച്ച് ബാക്കിലാണ്. ബട്ട് അതിന്റെ അടുത്തേക്ക് എത്തുന്തോറും നമ്മുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റി, കാരണം അവിടെ എന്തായിരിക്കും എന്നുള്ളത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി. കാരണം ഞാൻ ഈ അബ്രയിൽ പോയി അപ്പുറത്ത് പോയി അതേമാതിരി തന്നെ തിരിച്ച് ഞാൻ വന്നിട്ടുണ്ട്. ബട്ട് ഇന്നേ വരെ ആ ഓൾഡ് ദുബായിയുടെ ഉള്ളിൽ എന്താണെന്നും കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഓൾഡ് ദുബായ് ഞാൻ മെയിൻ റോട്ടിൽ കൂടെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ബട്ട് ഇതേമാതിരി വാക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സോ എനിക്കിത് കാണണം എന്നുള്ള ഒറ്റൊരു വൈബിൽ തന്നെ ഞാൻ നിൽക്കണം. സോ എന്നെ സംബന്ധിച്ച് ഈ 1 dirhamsന്റെ ഈ ബോട്ടിന് ശരിക്കും വർത്താണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം പോണവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ മാക്സിമം ഈ 1 dirhams നിങ്ങൾക്ക് ഒരു നേരത്തെ ഒരു കറക്ക് ടീ കുടിക്കാനുള്ള ഒരു ക്യാഷ്, വെറും ഒരു
കാലി ചായ കുടിക്കാനുള്ള ക്യാഷിന് എക്സ്പ്ലോറിംഗ് എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Hello, Dubai, your golden green. Boats that glide like a waking dream. Goodbye, whispers to the tide. Old Dubai calls with arms open wide. Oh, sail me through this endless stream, where past and present softly gleam. But the waters hum the stories untold, between the new and the old. Those sails rise against the sun, each wave a tale of what's begun. The skyline bows to the olden ways, where every street has seen better days. Oh, sail me through this endless stream, where past and present softly gleam. The waters hum the stories untold, between the new and the old. Phone sings in languages lost, each moment gained no matter the cost. The city's heart beats with every oar, from modern shores to ancient lore. Oh, sail me through this endless stream, where past and present softly